പ്രിയപ്പെട്ട ഷഹബാസിനെ കൊല ചെയ്ത 2 കുട്ടികൾക്കാന്ന് തോന്നുന്നു ഫുൾ A+ഉം മറ്റൊരു കുട്ടിക്ക് ഒന്നും ജയിച്ച് ബാക്കി എല്ലാത്തിലും A+ കിട്ടുകയും മറ്റു കുട്ടികൾ വിജയിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് പലതരം ഇൻ്റലിജൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് എന്താണ്? അത് എമോഷണൽ ഇൻ്റലിജൻസാണ്, വൈകാരിക ജ്ഞാനം എന്ന് പറയും. പലപ്പോഴും ഈ വൈകാരിക ജ്ഞാനത്തിൽ നമുക്ക് ഫുൾ വട്ടപൂജ്യം വരുന്നൊരു സാഹചര്യത്തിലാണ് കൊലപാതകങ്ങളും ദേഷ്യം പിടിക്കലും മറ്റുള്ളവരെ ആക്രമിക്കലും ഒക്കെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ നല്ല പഠിക്കാൻ മിടുക്കരായ ഈ കുട്ടികളെ പോലും ആ ഒരു സമയത്ത് ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതുപോലൊരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച തലച്ചോറ് അതിൽ ഇല്ലാത്തായ ഒരു സംഭവം എന്താണ്? അത് വൈകാരിക ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അഭാവമാണ്. ഒരു എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയണം, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മളറിയും. നമ്മൾ ഇന്ന രീതിയിൽ പ്രതികരിച്ചാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തിക്ക് എന്ത് ഫീൽ ചെയ്യും, ഇന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ പ്രതികരിച്ചാൽ എനിക്ക് ഭാവിയിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ വരും എന്നുള്ളത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഒരു ബുദ്ധിയാണ് എമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു നിമിഷത്തിൽ അവർ എമോഷണൽ ഇൻ്റലിജൻസ് വർക്കൗട്ട് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടികൾ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ആ കുട്ടികൾ ഖേദിക്കുന്നുണ്ടാവും, ആ കുട്ടികൾ ഒരുപാട് ഖേദിക്കുന്നുണ്ടാവും, ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ആ കുട്ടികൾക്ക് ക്ഷമിക്കേണ്ട സമയം വൈകിയിരിക്കുകയാണ്. ഷഹബാസിനെ നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ്. പക്ഷേ ആ കുട്ടികളിലും ഇനി വളരാനുള്ള സാധ്യതകളും പൊട്ടൻഷ്യാലിറ്റിയുമുള്ള തിരിച്ചറിവുകളും ഉണ്ടായ കുട്ടികളാണ്. ഒരുപക്ഷെ ഈ കുട്ടികൾ ഇനി ജയിൽ മോചിതരായാൽ ഏറ്റവും വൈകാരിക ജ്ഞാനമുള്ള എമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളായിട്ട് അവൾ വളരും. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി അവന് എല്ലാ സബ്ജക്റ്റിലും A+ ആണ്, എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്കാണ്. ഒരു ദിവസം റിസൾട്ട് വന്നപ്പം ആ കുട്ടിക്ക് A+ ഉണ്ട്, പക്ഷേ 100-ൽ 100 മാർക്ക് കിട്ടിയില്ല, 1 മാർക്ക് കുറഞ്ഞു പോയി. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? സ്വന്തം പ്രൊഫസറെ എടുത്ത് കുത്തി. ഇതിൽ ഉണ്ടായ കഥയാണ്. ആ കുട്ടിക്കും എന്താണ് അക്കാഡമിക് ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇൻ്റലിജൻസ്, മറ്റ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം ഭംഗിയായിട്ടുണ്ട്, പക്ഷേ എമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അക്കാഡമിക് പെർഫോമൻസിൽ വട്ടപൂജയാണെങ്കിൽ പോലും ഒരു എമോഷണൽ ഇൻ്റലിജൻസ് ശരിക്കുമുള്ള ഒരു ആളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ദേഷ്യം പിടിക്കേണ്ട സമയത്ത് പിടിക്കാതെ പിടിച്ചു നിർത്താനും വയലൻ്റ് ആവേണ്ട സമയത്ത് വയലൻ്റ് ആവാതെ നിൽക്കാനും സഹായിക്കുന്ന നമ്മുടെ ഈ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇന്നിപ്പോൾ നമ്മൾ അക്കാഡമിക്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു സമയമാണ്. ഇതുപോലുള്ള എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള